ആക്കിൻസൺ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകില്ല. നമ്മുടെ മിസ്റ്റർ ബീൻ സംസാരിക്കുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ശബ്ദങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന ആ ക്യാരക്ടർ വേൾഡ് ഫേമസ് ആണ്. 1990 മുതൽ 95 വരെയായിരുന്നു മിസ്റ്റർ ബീൻ ലൈവ് ആക്ഷൻ സീരീസ് ഉണ്ടായിരുന്നത്. ആകെ മൊത്തം 15 എപ്പിസോഡ്സ് മാത്രമായിരുന്നു ഈ ഷോയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ വരെ ഈ കഥാപാത്രത്തെ അറിയാത്തവരായി ആരുമില്ല. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബീനിലുള്ള കോമഡികൾ നമുക്ക് ചില മലയാള സിനിമകളിലും കാണാം. അതിലൊന്നാണ് നമ്മുടെ ജസ്റ്റ് ജോയ് സംവിധാനം ചെയ്ത വിജയ് സൂപ്പറും പൗർണമിയും. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലിയും ഐശ്വര്യലക്ഷ്മിയുമാണ്. ഈ സിനിമയിലെ ഈ സീനൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. സോറി. ഈ സീൻ കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത് ബീൻ ദ അൾട്ടിമേറ്റ് ഡിസാസ്റ്റർ എന്ന സിനിമയിൽ നിന്നുമാണ്. രണ്ടായിരത്തി ഇറങ്ങിയിട്ടുള്ള കുബേരൻ എന്ന സിനിമയിലും ഇതേ സിനിമയിലെ ഒരു രംഗം നമുക്ക് കാണാവുന്നതാണ്. ൽ പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള വെട്ടം, ആ സിനിമയിൽ ഇന്നസെന്റിന്റെ ക്യാരക്ടറിനെ ആദ്യമായി കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സീൻ 1993 ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ബീൻ ഇൻ റൂം 426 എന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. എപ്പിസോഡിലുള്ള വേറൊരു സീൻ വേറൊരു മലയാള സിനിമയിൽ കൂടിയുണ്ട്. 2003 റിലീസായിട്ടുള്ള പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിൽ. ഇതൊന്നും കഴുകാറില്ല. അയ്യോ വേണ്ടായിരുന്നു. അതല്ല, ഇത് വെച്ചോ. തൊണ്ടയിൽ കിച്ച് കിച്ചിന് ഏറ്റവും നല്ലതാണ് വീക്സ്. ഒരോടെ എടുക്കട്ടെ. റിലീസായ മറ്റൊരു ദിലീപ് ചിത്രമാണ് ഇൻസ്പെക്ടർ ഗെരോട്ട്. അതിൽ ദിലീപിന്റെ ക്യാരക്ടറിനെ ആദ്യമായി കാണിക്കുന്നത് ഇങ്ങനെയാണ്. ആയിരത്തി 1992 ട്രബിൾ വിത്ത് മിസ്റ്റർ ബീൻ എന്ന എപ്പിസോഡിൽ നിന്നുമാണ് ഈ സീൻ എടുത്തിരിക്കുന്നത്. ഇതേ എപ്പിസോഡിലുള്ള വേറൊരു സീൻ മറ്റൊരു ദിലീപ് ചിത്രത്തിലുണ്ട്. ആ ഒരു സീനുള്ളത് 2010 ഇറങ്ങിയിട്ടുള്ള പാപ്പി അപ്പച്ച എന്ന സിനിമയിലാണ്. നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച ഒരു കൾട്ട് കോമഡി ചിത്രമാണ് CID മൂസ. ആ സിനിമയിലുള്ള ഒരു കോമഡി സീനും മിസ്റ്റർ ബീൻ സീരീസിൽ നിന്നും എടുത്തതാണ്.
ചോറില് കല്ല് കണ്ടുണ്ട്, സോക്സിൽ ആദ്യമായിട്ടാ. ആയിരത്തി 1991 മിസ്റ്റർ ബീൻ ഗോസ് ടു ടൗൺ എന്ന എപ്പിസോഡിൽ നിന്നുമാണ് ആ സീൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും? CID മൂസ സിനിമയിലെ ഈ ഒരു പാട്ടിൽ വരുന്ന ഈ ഒരു സീനും മിസ്റ്റർ ബീൻ സീരീസിൽ നിന്നും എടുത്തതാണ്. ഈ ഒരു സീൻ മിസ്റ്റർ ബീൻ പോസ്റ്റ് ട്രബിൾ എന്നൊരു എപ്പിസോഡിൽ നിന്നും എടുത്തതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ CID മൂസയിലെ ഒരുപാട് രംഗങ്ങൾ നമുക്ക് മിസ്റ്റർ ബീനിലും കാണാൻ പറ്റും. അത് വലിയ തെറ്റൊന്നല്ല, കാരണം കോമഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരാളാണ് മിസ്റ്റർ ബീൻ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കോമഡി സിനിമകൾക്കും മിസ്റ്റർ ബീൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ചില സംവിധായകർ ചാർലി ചാപ്ലിൻ സിനിമകളിൽ നിന്നും ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട്. 2010 SS രാജമൗലി സംവിധാനം ചെയ്ത ഒരു കോമഡി ചിത്രമാണ് മര്യാദ രാമണ്ണ. പക്ഷേ ആക്ച്വലി ഈ സിനിമ തന്നെ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ റീമേക്കാണ്. അവർ ഹോസ്പിറ്റാലിറ്റി എന്നാണ് പടത്തിൻ്റെ പേര്. എക്സാക്ട്ലി പ്ലോട്ട് അടക്കം ഈ സിനിമയിൽ നിന്നും എടുത്തതാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ബോയിങ് ബോയിങ് എന്ന മലയാള സിനിമ ഇതേ പേരിലുള്ള ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ അഡാപ്റ്റേഷനാണ്. അതും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചില സീനുകളും അതുപോലെ തന്നെ ഉണ്ട്. മോഹൻലാലിൻ്റെ യോധ എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ദ ഗോൾഡൻ ചൈൽഡ് എന്നു പേരുള്ള ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നുമാണ്. യോധയിൽ നേപ്പാളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നിന്നും എടുത്തതാണ്.